പിടിച്ചിരിക്കുന്നു. ഇത്തവണ എത്രത്തോളം നിർണായകമാണ്? ഇതാണ് ഏറ്റവും നിർണായകം. സിറ്റുവേഷൻ ഭയങ്കര പ്രശ്നമാണ് സ്റ്റേറ്റിൽ. LDF ഇല്ലാതെ ഒരു പണി നടക്കില്ല, അതാണ്, അല്ലെങ്കിൽ നാട് നശിച്ചു പോകും. നമസ്കാരം. തെരഞ്ഞെടുപ്പിനിടയിൽ ഒരുപാട് വളിപ്പ് സീനുകൾ നമ്മൾ കണ്ടു. പക്ഷേ തൻ്റെ പാർട്ടിയെ ഓർത്ത് കണ്ണു നിറഞ്ഞ ഒരാളെ ഇങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. ദേ കണ്ടില്ലേ, സിറ്റുവേഷൻ ഭയങ്കര പ്രശ്നമാണ്. LDF ഇല്ലാതെ ഒരു പണിയും നടക്കില്ല, അല്ലെങ്കിൽ ഈ നാട് നശിച്ച് നാറാണക്കല്ല് വെക്കും. ഇത് ഭയങ്കര നിർണായകമാണ്. LDF ഇല്ലാതെ ഈ ലോകമുണ്ടാകില്ല, ഈ നാടുണ്ടാകില്ല. ഞാൻ തൊള്ളി വെള്ളമാണെന്ന് കരുതി പറയുന്നത് സത്യമല്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ എന്നെ കൊല്ലാൻ വരല്ലേ, ദൈവത്തോർത്ത് ഞാൻ എങ്ങനെയും ജീവിച്ചോട്ടെ. പക്ഷെ ഇത് ഭയങ്കര നിർണായകമാണ്. LDF മാത്രമേ ഉള്ളൂ. LDF ഇല്ലാതെ ഈ ലോകം ഉണ്ടാവില്ല. വിത്തൗട്ട് LDF പറ്റില്ല കേരളത്തിന്, കത്തിച്ച് കളയും. എത്ര ശരിയായ നിരീക്ഷണം. ഈ കേരളം കത്തിക്കാൻ ഏതവനാടാ ചൂട്ടും കത്തിച്ച് ഇങ്ങനെ കാത്തിരിക്കുന്നത്? LDF ഇല്ലെങ്കിൽ ഈ ലോകമില്ലത്രേ. എവിടെ LDF ഉണ്ടോ അവിടെ സൂര്യനുദിക്കും, ചാന്ദ്രപ്രകാശം തെളിയും, തിരമാലകൾ വീശിയടിക്കും, മരങ്ങൾ കായ്കനികൾ തരും, പശു പാൽ ചുരത്തും, കാക്ക കരയും. ഇതെല്ലാം LDF ഇവിടെ ഉള്ളതുകൊണ്ടാണ്. വിത്തൗട്ട് LDF ഈ ഭൂമി വെറും ഒരു വട്ടപൂജ്യം. ഇങ്ങനെ കണ്ണീരണിഞ്ഞ കറുത്ത കണ്ണട വെച്ച ഒരു കമ്മിയെ കിട്ടിയത് തന്നെ ഈ പാർട്ടിയുടെ ഒരു മഹാഭാഗ്യമാണ്. LDF ഇല്ലാതെ ഒരു പണിയും നടക്കില്ല എന്ന് വിനാശകൻ പറഞ്ഞത് ശരിയാണ്. ബാൽക്കണിയിൽ കയറി നിന്ന് നാട്ടുകാരെ മുണ്ട് പൊക്കി കാണിക്കണമെങ്കിൽ LDF ഇവിടെ ഉണ്ടാകണം. കള്ളും കഞ്ചാവും അടിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തെറി പറയണമെങ്കിൽ LDF ഇല്ലാതെ പറ്റില്ല. ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴും ആ പാവത്തിന് തെറി പറയാൻ കഴിഞ്ഞത് ഇവിടെ LDF ഉള്ളതുകൊണ്ട് മാത്രമാണ്. വിനായകനും വേടനും വിജയനും എല്ലാം കൂടി ചേരുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ LDF ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. വിനായകൻ ചെയ്ത തെമ്മാടിത്തരങ്ങളെയെല്ലാം ന്യായീകരിക്കാൻ നമുക്കൊരു സാംസ്കാരിക മന്ത്രി ഉണ്ടായിരുന്നു. വിനായകൻ ചെയ്യുന്നതെല്ലാം സാംസ്കാരിക പ്രവർത്തനങ്ങളായിരുന്നത്രേ. അതും LDF ഉള്ളതുകൊണ്ട് മാത്രമാണ്. മെയ് 4 ഫലമറിയുന്ന ദിവസം ഈ കള്ളക്കമ്മി വല്ല കടുങ്കയും കാണിക്കുമോ എന്ന ഭയത്തിലാണ് ആരാധകർ. ഇതുപോലെ കുറേ അന്തം കഴുതകളെ കിട്ടിയതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു മഹത്വം. പിണറായി വിജയൻ എറിഞ്ഞു കൊടുക്കുന്ന എല്ലിൻ കഷ്ണങ്ങൾ കടിച്ചു കഴിയുന്ന കുറേ സാംസ്കാരിക നായകരും ബുദ്ധിജീവികളും നടന്മാരും കവികളുമുണ്ട് ഈ നാട്ടിൽ. കോലായിലേതാണ്ട് നമസ്കരിച്ച പോലായി കിടപ്പുണ്ടൊരു സാരമേയം എന്ന കവി വൈലോപ്പിള്ളിയുടെ വരികളാണ് ഇപ്പോൾ ഓർത്തു പോകുന്നത്. സാരമേയം എന്നാൽ നായയാണ്. ഇന്ദ്രൻ്റെ നായ്ക്കളാണ് സാരമേയം. ഇതുപോലെ പിണറായി വിജയൻ്റെ കോലോത്ത് കയറി കിടന്നും വല്ലതും തിന്നാൻ കിട്ടിയാൽ വാലാട്ടിയും വല്ലവർക്കും നേരെ കുരച്ചും അവറ്റകളിങ്ങനെ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു കമ്മ്യൂണിറ്റി കൊട്ടാരക്കരയിൽ പ്രസംഗിച്ചത് കേട്ടു. കോവിഡ് വന്നപ്പോൾ ആശാമാർ ഓരോ വീടുകളിൽ കയറി അപ്പച്ച ചോറ് വേണോ, അമ്മച്ചി ചോറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് BBC വരെ അന്തിച്ചു പോയി പോലും. ഇങ്ങനെ ഒരു നാടുണ്ടോ എന്ന് അവർക്ക് സംശയം. എന്നാൽ അതേ ആശമാർ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ 255 ദിവസം പട്ടിണി കിടന്നപ്പോൾ ഈ മാലാപാർവതി എന്ന മഹത്തായ ആൻറ്റിയെ നമ്മളാരും കണ്ടിട്ടില്ല. അവർക്ക് വേണ്ടി ഇവർ ഒരഭിപ്രായവും കനിവിൻ്റെ വാക്കുകളും പറഞ്ഞു കേട്ടില്ല. ഇനി എന്തു മാറ്റമാണ് ഇവിടെ വേണ്ടത് എന്നാണ് ആൻറ്റിയുടെ ചോദ്യം. വേറൊരു അന്തം സഖാത്തിയും ബുദ്ധിജീവിയുമായ കുക്കുച്ചേച്ചി പറഞ്ഞത്, ശൈലജ ടീച്ചർ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേരളീയർ കോവിഡ് കാലത്ത് ശ്വാസമെടുത്തത് എന്നാണ്. ശൈലജ ഓരോ മനുഷ്യരിലേക്കും കോവിഡ് കാലത്ത് പ്രാണവായു ഊതിക്കൊടുക്കുകയായിരുന്നു. ശൈലജ ഒന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ നാടിൻ്റെ അവസ്ഥ? PSCയിലൂടെ 3 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്ന ഇടത്തോട്ട് ചരിഞ്ഞതല്ല ഇടത്തോട്ട് മറിഞ്ഞ ഒരു അശോകനുണ്ട്, കഥാകാരനാണ്. അദ്ദേഹം പറയുന്നത് കാരായി രാജൻ യേശു ക്രിസ്തു ആണെന്നാണ്. കാരായി ഒരു കൊലക്കേസിൽ പ്രതിയാണെന്ന് ഓർക്കണം. കാരായി രാജനെ കാൽവരിയിൽ കിടക്കുന്ന യേശുവായി സങ്കല്പിച്ചിരിക്കുന്ന അശോകനൊക്കെ തലയിൽ പിണ്ണാക്ക് നിറച്ച എഴുത്തിലെ അപശകുനങ്ങൾ മാത്രമാണ്. വേറൊരു പാട്ടുകാരി ഉണ്ടല്ലോ, ദലീമ. പിണറായി വിജയൻ അവർക്ക് മാർപ്പാപ്പയെ പോലെയാണ്. ഈ പിണറായി അധികാരം ഒഴിഞ്ഞു പോകുന്ന കാലത്ത് ഈ അടിമവർഗം എന്തൊരു കരച്ചിലായിരിക്കും. വിനാശകൻ പറഞ്ഞതുപോലെ LDF ഇല്ലെങ്കിൽ പിന്നെ ഒരു പണിയും നടക്കില്ല. ഇവരെക്കാട്ടിലൊക്കെ മുഴുത്ത ഒരു സാംസ്കാരിക നായകനാണല്ലോ പ്രാക്കുളം ബേബി എന്ന പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് പിണറായി ഒരു പിതൃബിംബം ആണെന്നാണ്. പിതൃബിംബം ഈ പാർട്ടിക്ക് പിണ്ടം വെച്ച് പോകുമെന്ന് ബേബിക്കും അറിയാം. പക്ഷേ അത് മിണ്ടിക്കൂടാ. EMSഉം P കൃഷ്ണപിള്ളയും AKGയും ഒന്നും പാർട്ടിക്ക് ബിംബമായില്ല. 100ാം വയസ്സിൽ മരിക്കും വരെ VSനെ ആരും ബിംബമാക്കിയില്ല. മറിച്ച് പറയാത്ത വിളിക്കാത്ത തെറികളില്ല. ഈ പിതൃബിംബം ഉടഞ്ഞാൽ വേറെ ഏത് ബിംബം വെച്ച് പൂജിക്കും
ബേബിയുടെ പാർട്ടിയും അതിൻ്റെ അടിമ വംശവും. AKG രാജരാജേശ്വര ക്ഷേത്രം എന്ന ശ്രീകോവിലിലെ ബിംബമാണ് പിണറായി. താഴമൺ തന്ത്രിയെപ്പോലെ ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രികാവകാശമുള്ളയാളാണ് പ്രാക്കുളം കുന്നത്തില്ലത്തെ ബേബി സഖാവരര്. ഈ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ് സഖാവ് ഗോവിന്ദരര്. അടിച്ചുതള്ളി AK ബാലനും കഴകം വിജയരാഘവനും ഊത്തുവിദ്വാൻ MV ജയരാജനും. തകിൽ ജയരാജൻ ചിറ്റപ്പനാണ്. നാദസ്വരം തോമസ് ഐസക്ക്. വല്ലപ്പോഴും ഇടയ്ക്ക കൊട്ടി സോപാന സംഗീതം പാടാൻ പുളകംകൊള്ളി സുരേന്ദ്രനുണ്ട്. മാല കെട്ടാൻ ശൈലജയുണ്ട്. രാത്രി 11 മണി വരെ പിണറായി ഭാഗവതം വായിക്കാൻ ശ്രീമതിയുണ്ട്. AKG ക്ഷേത്രത്തിലെ ആനയെ മേയാൻ കൊണ്ടുപോകുന്നത് പാപ്പാൻ ശിവൻകുട്ടിയാണ്. അവിടെ അങ്ങനെ വിളിച്ചാൽ വിളി കേൾക്കുന്നവനും അസാധ്യങ്ങളുടെ ഉഗ്രമൂർത്തിയുമായി വാഴുകയാണ് പിണറായി എന്ന പിതൃബിംബം. ഇങ്ങനെ നിത്യവും ധാര കോരുന്നത് പോലെ സകല ഭൂതഗണങ്ങളും കൂടി വാഴ്ത്തി പിണറായിയെ ഉടലോടെ വൈകുണ്ഠത്തിലെത്തിച്ചിരിക്കുകയാണ്. മെയ് മാസം 4-ാം തീയതി 10 വർഷം നീണ്ട ഉത്സവത്തിന് കൊടിയിറങ്ങും. അതോടെ ഉത്സവ പിറ്റേന്നത്തെ ക്ഷേത്ര പരിസരം പോലെയാകും പിണറായി ക്ഷേത്രം. വെച്ചുവാണിഭക്കാരെല്ലാം പൊതിഞ്ഞു കെട്ടുന്ന തിരക്കിലായിരിക്കും. മൈക്ക് സെറ്റുകാർ കോളാമ്പികൾ ഊരുന്നു. തലേന്ന് വരെ പൊട്ടിയതിൻ്റെ ബാക്കി ഓലപ്പടക്കം തപ്പുന്ന പിള്ളേരെ നമ്മൾ ഉത്സവപ്പറമ്പിൽ കാണാറില്ലേ? അതുപോലെ DYFI നേതാക്കൾ എന്തൊക്കെയോ കാലാപരിധി നടക്കുന്നു. അമ്മാവാ എന്ന് നീട്ടി വിളിക്കുന്ന ബലൂൺ ഊതി കടുക് നിറച്ച കോലു ബലൂണും തല്ലി നടക്കുന്ന SFI നേതാക്കൾ. 5 വർഷം കഴിയുമ്പോൾ പുനഃപ്രതിഷ്ഠ വേണ്ടതായിരുന്നു. ചന്ദനം ചാർത്തിയും ചാന്താട്ടം നടത്തിയും അഭിഷേകം പതിവായി നടത്തിയും വിഗ്രഹത്തിന് ഭയങ്കര തേയ്മാനമായി. മൂലാധാരം മുതൽ നാസിക വരെ ഒരു പൊട്ടൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പുതിയ വിഗ്രഹം കൊത്താനുള്ള ശില്പികളും ഇനി ഈ നാട്ടിലില്ല. പഴയ വിഗ്രഹം ഞാവൽ മരത്തിൻ്റെ ചുവട്ടിലോ ആൽത്തറയിലോ കൊണ്ടുവച്ച് മാസത്തിൽ ഒറ്റത്തവണ പൂജിക്കാനേ ഇനി പറ്റിയെന്ന് വരൂ. ഇവിടെ തൊഴുതാലും പ്രയോജനമില്ലെന്ന് കണ്ട വിശ്വാസികളൊക്കെ ഒഴിഞ്ഞുപോയി. കഴകക്കാർക്കും അടിച്ചുതളിക്കാർക്കും മാത്രമേ പ്രയോജനമുണ്ടായിരുന്നുള്ളൂ. പക്കുമേളക്കാർക്കും കിട്ടി. ഒരു തല ഇങ്ങനെ വെച്ച് ആരാധിച്ച ഒരു കാലം വേറെ ഉണ്ടായിരുന്നില്ല. വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ എന്ന പോലെ തല സർവത്ര നാടിന് ഗുണമൊട്ടില്ലത്രേ. വിനായകനെ പോലെ LDF ഇല്ലാതെ ഒരു പണിയും നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് കലാകാരന്മാർ ഇവിടെയുണ്ട്. കേരള സഭകളും ആഘോഷങ്ങളും കോൺക്ലേവും മാനവീയവും നടത്തി ഈ വർഗത്തെ പിണറായി വയറ് നിറച്ചങ്ങ് ഊട്ടിക്കൊടുത്തു. സർക്കാരിൻ്റെ ഖജനാവ് ഒരു കോണിൽ നിന്നും ചോർന്നതൊന്നും പുള്ളി കണ്ടതേയില്ല. ഇനി പഞ്ഞകാലമാണ് തങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നറിഞ്ഞുകൊണ്ടുള്ള കള്ളക്കണ്ണീരാണ് ഇതൊക്കെ.